പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആൻസർ അത് നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷവും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡാറ്റ എൻട്രിക്ക് മറ്റുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഉപയോഗിക്കുന്നത്. ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത് എക്സാംസ് പരീക്ഷ ഉള്ളവർ എഴുതാൻ പറ്റാതെ പിന്നീട് എഴുതുന്നവർ അവരൊക്കെ പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. മുഴുവൻ ചാപ്റ്റർ അവർ പഠിക്കണം. എന്നാൽ 2024 ശേഷമുള്ളവർ മൊത്തം സിലബസിൻ്റെ 60% മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി ചാപ്റ്റർ അസൈൻമെൻറ്റ് ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ 1/2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ വർഷം ഇപ്പോൾ നമുക്ക് കുറച്ചധികം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാണ് MCQ ക്വസ്റ്റ്യൻ. അതിൽ ട്രൂ ഓർ ഫാൾസ് വരും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും, മാച്ച് ദ ഫോളോവേഴ്സ് വരും, അതിപ്പോൾ ഫുൾ ഫോം എഴുതാനുള്ളത് വരും. ഇങ്ങനെ പല രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൂ ഓർ ഫാൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാം. വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ ട്രൂ ഓർ ഫാൾസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ചോദിക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പോയ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുൾ ഫോം എഴുതാൻ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അവസാന ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം അല്ലെങ്കിൽ ഗൈഡിൻ്റെ അവസാന ഭാഗത്ത് ഷോർട്ട് കട്ട് കീകളുണ്ടാവും. ക്ലോസ് ചെയ്യാൻ, എൻഡ് ചെയ്യാൻ, ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ, അതിൻ്റെ ഷോർട്ട് കട്ട് കീകളൊക്കെ നമ്മൾ ഫുള്ള് വായിച്ചതാണ്. അപ്പോൾ അതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ അതിലേതെങ്കിലും 1-2 ഒക്കെ ചോദിക്കും. പിന്നെ ചോദിക്കാൻ സാധ്യതകളാണ് ട്രൂ ഓർ ഫാൾസ്. അത് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ്, നല്ലൊരു പ്രാക്ടീസ് ആണ്. ഇൻസേർട്ട് മെനി സ്പേസസ് ആണ്. ഒരുപാട് സ്പേസ് യൂണിറ്റ് മൂവ് ടെക്സ്റ്റ് അക്രോസ് ലൈൻ. ഒരു ലൈനിൻ്റെ ഇടയിൽ ഒരുപാട് സ്പേസ് വരുന്നത് നല്ലൊരു ആശയമാണെന്നുള്ള. സ്പേസ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് പരിപാടിയാണ്. അപ്പോൾ അത് ഫാൾസ് ആണ്. രണ്ടാമത് വി ക്യാൻ യൂസ് ബാക്ക് സ്പേസ് ടു ഡിലീറ്റ് എ സ്മാൾ സെലക്ഷൻ ഓഫ് ടെക്സ്റ്റ്. ചെറിയൊരു ടെക്സ്റ്റ് നമ്മൾക്ക് അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ മതി എന്നതാണ്. അപ്പോൾ അത് ട്രൂ ആണ്, ശരിയാണ്. അടുത്തത് ഏരിയൽ ഈസ് എ സ്റ്റൈൽ മെനു നെയിം. ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ മെനു നെയിമാണ്. ആൻസർ തെറ്റാണ്, ഫാൾസ് ആണ്. ദ ഫോണ്ട് സൈസ് ഈസ് മെഷേർഡ് ഇൻ പോയിന്റ്. ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത് പോയിന്റിനനുസരിച്ചിട്ടാണ്. അത് ട്രൂ ആണ്. പിന്നെ സിംഗിൾ ലൈൻ സ്പേസിംഗ് കോഴ്സസ് 18 ലൈൻ, അത് തെറ്റാണ്. സിംഗിൾ ലൈൻ സ്പേസിംഗ് 18 പോയിന്റ്സ് ഉണ്ട്. ആറാമത് യൂസ് സ്റ്റാൻഡേർഡ് ടൂൾബാർ. യു ക്യാൻ ഹാവ് അപ് ടു 4 കോളംസ് ഇൻ എ പാരഗ്രാഫ് ആണ്. അതും ശരിയായിട്ടുള്ളതാണ്. ഏഴാമത് ഫോർമാറ്റ് പെയിന്റർ ബട്ടൺ ഓൺ ദി സ്റ്റാൻഡേർഡ് ടൂൾബാർ ഈസ് യൂസ്ഫുൾ ഇൻ അപ്ലൈയിങ് സ്കെയിൽ. അതും ട്രൂ ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഹെഡിങ് ഈസ് എ ഡീഫോൾട്ട് സ്റ്റൈൽ. ഹെഡിങ് എന്ന് പറയുന്നത് ഒരു ഡീഫോൾട്ട് സ്റ്റൈലാണ്. അതും ഫാൾസ് ആണ്. ഇത്രയാണ് ട്രൂ ഓർ ഫാൾസിൽ വരുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കും. പിന്നെ ഫുൾ ഫോം ചെയ്യാനുള്ളത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതിൻ്റെയൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ഞാൻ വായിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഗൈഡിൻ്റെ ബാക്കിൽ അത് നിങ്ങൾ മുഴുവനും പഠിക്കണം. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ 2 മാർക്ക് 3 മാർക്കിൻ്റെ 5 മാർക്ക്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. അതുപോലെ വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകളും NIS SSLC അതുപോലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ നമ്മുടെ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി കോൺടാക്ട് ചെയ്യുക. ലോകത്ത് എവിടെ ഇരുന്നിട്ടും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അഡ്മിഷന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.